ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുമി കിഡ്സ് ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചാലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 3 കൂട്ടുകാർ വന്നിട്ടുണ്ട്. ആരാണ്? മുയൽക്കുട്ടന്മാരാണ്, റാബിറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ കൂട്ടുകാർ പറഞ്ഞേ, റാബിറ്റിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ക്യാരറ്റ് ആണ് അല്ലേ? അപ്പോൾ കുറച്ച് ക്യാരറ്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. എത്ര ക്യാരറ്റ്സ് വീതമുണ്ട്? 6 ക്യാരറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി കൂട്ടുകാർക്ക് ഒരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ 3 റാബിറ്റുകൾക്കും ക്യാരറ്റ് കൊടുക്കണം. അപ്പം എങ്ങനെയെങ്കിലും കൊടുത്താൽ മതിയോ? അല്ല, ഈക്വലായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവർ വഴക്ക് കൂടും അല്ലേ? ഈക്വലായിട്ട് ഈ 3 റാബിറ്റുകൾക്കും ഈ ക്യാരറ്റ്സ് കൊടുക്കണം. അപ്പോൾ കൊടുത്തേ. ആദ്യം ബ്ലൂ റാബിറ്റിനൊരു ക്യാരറ്റ് കൊടുത്തു, ബ്രൗൺ റാബിറ്റിനൊരു ക്യാരറ്റ് കൊടുത്തു, അതുപോലെ തന്നെ പിങ്ക് റാബിറ്റിനും ഒരു ക്യാരറ്റ് കൊടുത്തു അല്ലേ? ഇനി ബാക്കിയില്ലേ? ഒന്നും കൂടെ വീതം കൊടുത്തു നോക്കാം. ബ്ലൂ റാബിറ്റിനും ഒന്നും കൂടെ കൊടുത്തു, ബ്രൗൺ റാബിറ്റിനും ഒന്നും കൂടെ കൊടുത്തു, പിങ്ക് റാബിറ്റിനും ഒന്നും കൂടെ കൊടുത്തു. ഇനിയുണ്ടോ? ഇല്ല, കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നമുക്ക് ആകെ എത്ര ക്യാരറ്റ്സ് ഉണ്ടായിരുന്നു? 6 ക്യാരറ്റ് ഉണ്ടായിരുന്നു, 6 ക്യാരറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളതിനെ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ? എത്ര മുയൽക്കുട്ടന്മാർക്ക്? 3 മുയൽക്കുട്ടന്മാർക്ക് അല്ലേ? 3 റാബിറ്റിന് 6 ക്യാരറ്റ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് എത്രയാണ് കിട്ടിയത്? എത്ര ക്യാരറ്റ് വീതം കിട്ടി? 2 ക്യാരറ്റ് വീതം കിട്ടി അല്ലേ? 6 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 2. 6 ഹരണം 3 സമം 2. ഇതല്ലേ കിട്ടിയത്? എളുപ്പമല്ലേ? ഹരണം എളുപ്പമല്ലേ? ഇതിലേതാണ് ഹരണം എന്നുള്ളതിൻ്റെ ചിഹ്നം, സൈൻ? ഇതാണ് അല്ലേ? ഹരണം അല്ലെങ്കിൽ ഡിവിഷൻ എന്നുള്ളതിൻ്റെ സൈൻ ഇതാണ്. ഒന്നും കൂടെ നോക്കിയാലോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഡിവിഷനാണ് അല്ലേ? അപ്പോൾ 2 കൂട്ടുകാർ ഇവിടെ കളിക്കുന്നുണ്ട്. സീസയാണ് കളിക്കുന്നത് അല്ലേ? അപ്പോൾ അവരുടെ ടീച്ചർ അവർക്ക് 4 ക്യാൻഡീസ് കൊടുത്തു, 4 ക്യാൻഡീസ് കൊടുത്തു. അപ്പോൾ അവർക്ക് തുല്യമായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യണം, കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കുന്നത്? 2 എണ്ണം ഒരു കുട്ടിക്കും 2 എണ്ണം മറ്റേ കുട്ടിക്കും. അങ്ങനെ 2 എണ്ണം വീതം നമ്മൾ കൊടുത്തു അല്ലേ? ആകെ എത്ര ക്യാൻഡീസ് ഉണ്ടായിരുന്നു? 4 ക്യാൻഡീസ് അല്ലേ? അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. എത്ര കുട്ടികളെ കൊണ്ടാ? 2 കുട്ടികളെ കൊണ്ട്. എത്ര എണ്ണം കിട്ടി? ഓരോരുത്തർക്കും 2 ക്യാൻഡീസ് വീതം കിട്ടി അല്ലേ? അപ്പോൾ ഹരണം എന്ന് വെച്ചാൽ എന്താ? ഒരു നമ്പറിനെ തന്നിട്ടുള്ള മറ്റൊരു നമ്പർ കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഹരണം അല്ലേ? 4 ക്യാൻഡീസിനെ, അതായത് 4 എന്ന നമ്പറിനെ 2 കുട്ടികളെ കൊണ്ട്, 2 എന്ന മറ്റൊരു നമ്പർ കൊണ്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2 എന്ന ആൻസർ കിട്ടി. ഇതല്ലേ ഹരണം അല്ലെങ്കിൽ ഡിവിഷൻ? വളരെ എളുപ്പമല്ലേ? ആണല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഹരണം അല്ലെങ്കിൽ ഈ ഡിവിഷൻ എന്നുള്ളത് 3 രീതിയിൽ എഴുതാം. എങ്ങനെയൊക്കെയാണ് കൂട്ടുകാർക്ക് അറിയാമോ? നോക്കാം. ആദ്യത്തെ രീതി 6 ഹരിക്കണം 3 സമം 2. 6 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 2. ഈ രീതിയിൽ നമുക്ക് പറയാം, സാധാരണ നമ്മൾ പറയുന്ന പോലെ അല്ലേ? ഇനി രണ്ടാമത്തെ രീതി ഏതാ? നോക്കാം. 6 ഹരണം 3 സമം 2. ഇതുപോലെ നമുക്ക് എഴുതാം, ഒരു സ്ലാഷ് ഇട്ടിട്ട്. കണ്ടോ? 6 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 2. കണ്ടില്ലേ? ഇനി മൂന്നാമത്തെ രീതി എന്താ നോക്കാം.
6 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 2. കണ്ടോ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അതായത് നമ്മൾ ഭിന്നസംഖ്യ എഴുതുന്ന പോലെയുണ്ട് അല്ലേ, ഫ്രാക്ഷനൊക്കെ എഴുതുന്ന പോലെയുണ്ട്. ഇതുപോലെയും നമുക്ക് ഹരണത്തെ സൂചിപ്പിക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ്? നമ്മൾ സാധാരണ എഴുതുന്ന ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചിട്ട് എഴുതാം. ഇതുപോലെ ഒരു സ്ലാഷ് വരച്ചിട്ട് നമുക്ക് ഹരണത്തെ അല്ലെങ്കിൽ ഡിവിഷനെ സൂചിപ്പിക്കാം. അതല്ല, ഇതുപോലെ ഭിന്നസംഖ്യ എഴുതുന്നത് പോലെ ഒരു ഹൊറിസോണ്ടൽ ലൈന് വരച്ചിട്ട് നമുക്ക് ഹരണത്തെ സൂചിപ്പിക്കാം. വളരെ എളുപ്പമല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുമി കിഡ്സ് TV എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.